ഗായ്സ്, വെൽക്കം ടു തക്രൂസ് വേൾഡ്. തക്രൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ളോഗ് ആയിട്ടാ വന്നേക്കുന്നത് അല്ലേ? ഒരു ഹായ് പറഞ്ഞ റിച്ചു, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ റിച്ച് ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് പാലും കുപ്പി പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഞാൻ അതാ മേലൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ തക്കുട് ഇപ്പോൾ സ്കൂൾ വിട്ടിട്ട് വരും. അപ്പം എന്നാൽ ഒരു ഈവനിങ് വ്ളോഗ് ആവാമെന്ന് വെച്ചു. മിക്ക സമയത്തും രാവിലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാറ്. അപ്പം എന്ന് വിചാരിച്ചു വൈകിട്ട് എന്തൊക്കെയാണ് വീട്ടിലുണ്ടാവണ കാര്യങ്ങളൊക്കെ കാട്ടിയാറെ വെച്ചു. പിന്നെ ഇക്കാ പണിക്ക് പോയി കാട്ടിക്കാക്ക് ഇന്ന് പണിയുണ്ട്. നമ്മുടെ റിച്ചൂസ് ഇതാ അങ്ങോട്ടേക്കൊക്കെ പോകണ്ടിട്ട് അവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഇവ ഉച്ചരിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പോയിട്ടപ്പോൾ പിന്നെ രാവിലെ ഒന്നും പുറത്തേക്ക് അങ്ങനെ ഇറക്കാറില്ല. വൈകിട്ടൊന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ പിള്ളേർക്ക് സ്വർഗം കിട്ടിയ പോലെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കുടൂസ് ഇതാ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ റിച്ചുവിന് ഭയങ്കര ഹാപ്പി ആയിട്ടാ. സാധാരണ അവന് തക്കുടില്ലാത്ത സമയത്ത് ഭയങ്കര ബോറടിയാണ്. മിക്ക സമയത്തും ഫോണിൽ കാർട്ടൂൺ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഫോണിൽ നന്നായിട്ട് കാണുന്നുണ്ട് റിച്ചൂസ്. 1.5 വയസ്സായിട്ടുള്ളോ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നന്നായിട്ട് ഫോണിൽ കാർട്ടൂണൊക്കെ കാണുന്നുണ്ട്. തക്കുടുണ്ടെങ്കിൽ പിന്നെ അവന് കുഴപ്പമില്ല, തക്കുടിനിട്ട് ഇങ്ങനെ കളിച്ച് നടക്കും. അപ്പോൾ തക്കുട് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ തക്കുടിൻ്റെ ചെരുപ്പ് റിച്ചുവിന് ഊരി കൊടുക്കണം, തക്കുടിൻ്റെ ബാഗ് അവന് പിടിക്കണം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാട്ടോ അവനുള്ളത്. അത് എപ്പോൾ അവൻ സ്കൂളിൽ വിട്ട് വന്നാലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ തക്കുട് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ അവരുടെ ബാഗൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, അതുപോലെ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യൂട്ടോ ഞാൻ. അപ്പോൾ അധികം വെള്ളം കുടിക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ടീച്ചർക്ക് വിളിച്ചിട്ട് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞു, കുട്ടി വെള്ളം കുടിക്കണില്ലല്ലോ എന്ന്. അതിന് ശേഷം ഇപ്പോൾ എല്ലാ ദിവസവും വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വരാറ്. അപ്പോൾ ക്യാമറ ഓണാക്കി വെച്ച് കണ്ടപ്പോൾ നമ്മുടെ റിച്ചൂസും തക്കുടൂസൊക്കെ ഓടി വന്നതാണ് കേട്ടോ. പിന്നെ തക്കുട് കുറേ നേരം നമ്മുടെ അടുത്ത് വർത്താനൊക്കെ പറയട്ടെ, എന്തൊക്കെ സ്കൂളിലുണ്ടായി, ഫ്രണ്ട്സിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ അതൊക്കെ പറഞ്ഞു തരും കേട്ടോ. തല്ലുകൂടിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് തല്ലുകൂടി, പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തക്കുടിനെ ഒന്ന് മേലൊക്കെ കഴുകിച്ചിട്ട് അവനുള്ള ചോറ് എടുത്തേക്ക് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിന് അവൻ മീൻ ചാറ് കൂട്ടില്ലേ, മീനാ കൂട്ടുള്ളൂ, മീൻ കറിയിട്ട് ചാറ് അവന് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ തക്കുടിനും റിച്ചുവിനും കൂടിയിട്ടാട്ടോ ചോറ് വാരി കൊടുക്കുന്നത്. സ്വതവേ റിച്ചുവിന് ചോറ് വാരി കൊടുക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ തക്കുട് കഴിക്കുന്നത് കണ്ടാൽ അവൻ കുറേശ്ശെ കഴിക്കും കേട്ടോ. 1-2 ഉരുളൊക്കെ. പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ. പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ വെക്കേണ്ട ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. പണി മാറ്റി വരുന്ന സമയത്ത് അപ്പം എൻ്റെ എല്ലാ പണികളൊക്കെ ഇങ്ങനെ ഏകദേശം അടുക്കളയത്ത് ഒതുങ്ങൂട്ട. അപ്പോൾ കുറച്ച് പാത്രങ്ങളുള്ള ഉച്ചയ്ക്ക് ചോറ് കഴിച്ച 2-3 പാത്രങ്ങളും, പിന്നെ തക്കുട് സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുള്ള ചോറ് കൊടുത്തിട്ടുള്ള പാത്രവും, അവൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയ പാത്രങ്ങളും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പാത്രങ്ങളാണ് കഴുകാനുള്ളൂ കേട്ടോ. അതിപ്പോൾ കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ രാത്രി ആകുമ്പോൾ അങ്ങനെ കുറേ കുന്നുകൂടി കിടക്കൂട്ടോ. രാത്രിത്തേയും കൂടി ആയി കഴിഞ്ഞാൽ അപ്പോൾ കുറേ ഇങ്ങനെ കിടക്കണ്ട വെച്ചിട്ട് ഞാൻ കൈയോടെ കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയത്തെ പണി കഴിഞ്ഞല്ലോ വെച്ചിട്ട് കുട്ടികളൊക്കെ അപ്പുറത്തെ സൈഡിലിരുന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അവരെ കളിക്കാൻ ഇരുത്തിയിട്ടാണ് പിന്നെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി വന്നത്. ഇടയ്ക്കൊക്കെ പോയി നോക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അടുക്കള അതാ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, തുടച്ചിട്ടൊക്കെ. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അടുക്കള. ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് രാത്രിയാകുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുക്കള ആകെ നാശമാവും. അതാണ് കേട്ടോ അവസ്ഥ. അപ്പം ഞാൻ അടുക്കളയത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ തോരടാൻ വന്നിട്ടുണ്ട്. അധികം ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഡ്രസ്സോളം ഞാൻ രാവിലെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അത് തോരടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തോരട്ട് കഴിഞ്ഞാൽ വേഗം ഒന്ന് ഉണങ്ങും. ഇപ്പം ഭയങ്കര വെയിലല്ലേ. ഇപ്പോൾ പുറത്തധികം തോരണില്ല. പുറത്ത് തോരട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രസ്സൊക്കെ നരയ്ക്കുകയാണ് കേട്ടോ. നല്ല വെയിൽ കൊണ്ടിട്ട് കട ഷർട്ടൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവുന്നുണ്ട് കേട്ടോ, നല്ല വെയിൽ കൊണ്ടിട്ട്. ഇപ്പോൾ ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അവിടെയൊക്കെ എങ്ങനെയാണ് മഴ പെയ്യണേന്ന്. ഇവിടെ ഇപ്പോൾ തീരെ മഴ ഇല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു മഴ പെയ്ത് നമുക്കൊരു ആശ്വാസമാണ് ഈ ചൂടത്ത്, അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഞാൻ അത് ഉള്ളിലാണ് തോരണ, ഷീറ്റിൻ്റെ അടിയിൽ. ഇവിടെ ഇട്ടാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ വാഷിംഗ് മെഷീനിൽ തിരുമ്പണോണ്ട് തന്നെ ഓൾറെഡി ഉണങ്ങിയിട്ടാലോ വരിക. അപ്പം ജസ്റ്റ് ഒന്ന് കാറ്റൊന്ന് കൊണ്ടാൽ മതി. പിന്നെ പെട്ടെന്ന് ഉണങ്ങിക്കോളും. പിന്നെ തക്കുണ്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ കഴുകിയിടാണ്ടായിരുന്നു കേട്ടോ. അവിടെ 2 ജോഡി യൂണിഫോം ഉണ്ട്. അപ്പോൾ ഒരു ജോഡി കുളിച്ചിട്ട് അവ അവിടെ മാറിയിട്ടിട്ടുണ്ട്. ഇത് രാവിലെ തിരുമ്പി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ജോഡിയും കൂടിയും തിരുമ്പാണ്ട് കേട്ടോ. അതും കൈയോടെ തിരുമ്പിയിടും. പിന്നെ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവയ്ക്കാണ്ടായിരുന്നു ഉണങ്ങിയത്. അപ്പോൾ അത് കൊടുന്നിടുകയാണ്. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് ഡ്രസ്സുകൾ കൊടുന്നിടുന്ന സ്ഥലമാണ് കേട്ടോ തിരുമ്പിയത്. കുറേ ഡ്രസ്സുകളും മടക്കാണ്ട്, ഒരു 3-4 ദിവസത്തെ ഡ്രസ്സുകളും മടക്കാണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഈ ഡ്രസ്സുകളും മടക്കി വെക്കുക എന്നുള്ളതാട്ടോ. എന്തായാലും മടക്കി വെക്കണം, കാരണം അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ അതാ പിള്ളേരൊക്കെ ഒരു ഭാഗത്ത് വീണ്ടും മേല് കഴിച്ച് വന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അവർ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മേത്തൊക്കെ ആകെ ചളിയായിട്ടുണ്ട്, മണ്ണൊക്കെ. അപ്പോൾ ഞാൻ മേല് കഴുകിയിട്ട് തക്കുടൂന് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. റിച്ചുവിന് പാലും കുപ്പിയും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി പുറത്തേക്ക് ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർ സ്കൂൾ വിട്ടാൽ തന്നെ 2-3 പ്രാവശ്യമൊക്കെ കുളിക്കും കേട്ടോ. കുളിക്കല്ല, മേല് കഴുകും കേട്ടോ. രാത്രി ഒന്ന് കിടക്കണട്ടി മുമ്പും ഒന്ന് മേല് കഴുകും. അപ്പോൾ പിന്നെ കുറേ നേരം മേല് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കുറേ ഡ്രസ്സുകൾ കഴുകാനാവട്ടെ, അതാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് ഞാൻ അത് അടിച്ചു വരികയാണ് കേട്ടോ. അധികം കരടൊന്നുമില്ല,
രാവിലെ അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ തക്കുട് സ്കൂളിലൊക്കെ പോയേക്കല്ലായിരുന്നു. റിച്ചു അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുറേ കരടുകളൊന്നും പരത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊന്ന് അടിച്ചു വാരി ഇട്ടു. വൈകുന്നേരം ആകുമ്പോൾ നിൽക്കാൻ വന്ന ചീത്തയിക്കോട്ടെ, വല്ല പൊടിയൊക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അടിച്ചു വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഇതാ മയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ മയിലിൻ്റെ ചിറക് പറഞ്ഞാൽ ഒടിഞ്ഞതാണ് കേട്ടോ. ഇത് രാവിലെയും വൈകിട്ടൊക്കെ വീടിൻ്റെ ചുറ്റോരം അങ്ങനെ നടക്കും കേട്ടോ. വല്ല ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചോറും ബാക്കിയൊന്ന് ചോറ്, അതുപോലെ തന്നെ ഇവിടെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാ വീട്ടുകാരും കൂടി. അപ്പോൾ കഞ്ഞിവെള്ളത്തെ ചോറൊക്കെ വന്ന് കൊത്തി തിന്നു കേട്ടോ. അപ്പോൾ അതിനാണ്ടപ്പോൾ റിച്ചൂസ് അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. പിന്നെ നമ്മുടെ റിച്ചു അതിൻ്റെ ഉള്ളിൽ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് വയ്ക്കണ കലം മുതൽ ഇടണ ഡ്രസ്സ് വരെ പുഴയിൽ എറിയും കേട്ടോ അവൻ്റെ പണി ഇപ്പോഴത്തെ പറയിച്ചെങ്കിൽ. അപ്പോൾ നാളെ ഞാൻ ചോറ് വെക്കണമെങ്കിൽ എനിക്ക് ഈ കലം ഇതിലിറങ്ങിയിട്ട് എടുക്കണം. ഞാൻ അടുക്കിൽ നിൽക്കുക, പണി മാറ്റി വന്നിട്ട് ഇതിൽ ഇറങ്ങിയിട്ട് എടുക്കണം. അപ്പോൾ കണ്ട ബേസനും ചവിട്ടിയും കലമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, അവൻ സോപ്പും പെട്ടിയും ഡ്രസ്സുകളും ഒക്കെ എറിയാറുണ്ട് കേട്ടോ. ഇത് സ്ഥിരം അവൻ്റെ ഏർപ്പാടാണെങ്കിൽ ഇവിടെ ഒരു വലമൊക്കെ വാങ്ങിച്ച് കെട്ടണം. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. പുതിയ വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ.